തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിന് പാപ്പാന്റെ ക്രൂരമർദ്ദനം. പുതുശ്ശേരി സ്വദേശി രാധാകൃഷ്ണനാണ് ഗുരുതര പരിക്കേറ്റത്. അപ്പോൾ ഈ ആനയ്ക്ക് ഒറ്റക്കണ്ണാണല്ലോ നീണ്ട കാണിക്കണമെന്ന് വെച്ചിട്ട് അവ ആനേനോട് ചവിട്ടിക്കാൻ നോക്കി. എന്നിട്ട് ഒറ്റ തോട്ടുകൊണ്ട് ഒറ്റ വലിയ കൈനോട് ചവിട്ടി ആനേനെ കൊണ്ട് കൈ നല്ല വേദന നല്ല വേദന പോയി. ആന്റണി നൽകും. മനീഷ, എപ്പോഴായിരുന്നു സംഭവം? ഈ പരിക്കേറ്റ യുവാവിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ലിബിഷ ഇന്ന് വൈകിട്ട് 7:30 അങ്ങനെ ഒരു ക്രൂര മർദ്ദനത്തിന് യുവാവ് ഇരയായത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആനയും കൊണ്ട് പാപ്പാൻ അനീഷ് പോവുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ രാധാകൃഷ്ണനും നടന്ന് പിന്നാലെ പോവുകയായിരുന്നു. പുതുശ്ശേരി സ്വദേശി 29 വയസ്സുള്ള രാധാകൃഷ്ണനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ഇതിനിടയിൽ ഈ ആനയ്ക്കൊപ്പം നടന്നു പോകുന്നതിനിടെയാണ് ഈ പാപ്പാൻ തോട്ടികൊണ്ട് ആനയെ ഉപദ്രവിക്കുന്നത് രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ട് സഹിക്ക വയ്യാതെ രാധാകൃഷ്ണൻ പാപ്പാനോട് ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തിനാണ് ഇത്തരത്തിൽ ആനയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തില്ല. ഇതിൽ പ്രകോപിതനായാണ് പാപ്പാൻ അതേ തോട്ടികൊണ്ട് രാധാകൃഷ്ണന്റെ നെറ്റിയിൽ കൊളുത്തി വലിക്കുകയായിരുന്നു എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. മാത്രമല്ല, ആനയെ ഉപയോഗിച്ച് കയ്യിൽ ചവിട്ടാനും ശ്രമിച്ചു. ചവിട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു രാധാകൃഷ്ണനെ കുന്നംകുളത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കാണിപ്പയ്യൂർ സ്വദേശി പാട്ടത്തിനെടുത്ത നാണുഎഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന പേരുള്ള ആനയുടെ പാപ്പാൻ അനീഷാണ് ഇത്തരത്തിൽ ഈ രാധാകൃഷ്ണനെ, പുതുശ്ശേരി സ്വദേശി രാധാകൃഷ്ണനെ ഉപദ്രവിച്ചത്. രാധാകൃഷ്ണൻ ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി കുന്നംകുളം പോലീസിന് നൽകി കഴിഞ്ഞു. പോലീസ് എത്തി രാധാകൃഷ്ണന്റെ മൊഴിയെടുപ്പ് തുടങ്ങിയ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനു ശേഷമായിരിക്കും എന്തായാലും കേസെടുക്കൽ നടപടിയിലേക്ക് കടക്കുക എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്രൂര മർദ്ദനമാണ് പാപ്പാനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നതും. ആനയെ ഇത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ ആനയെ കൊളുത്തി വലിക്കാൻ ഉപയോഗിക്കുന്ന തോട്ടി, അതേ തോട്ടി ഉപയോഗിച്ചാണ് ഈ രാധാകൃഷ്ണന്റെ നെറ്റിയിൽ കൊളുത്തി വലിച്ചെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ചിത്രത്തിൽ കാണാം, നെറ്റിയിൽ നിന്നും ചോര മുഖത്തുകൂടി ഒലിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുകയാണ്. അത്തരത്തിൽ ഒരു അവസ്ഥയിലാണ് രാധാകൃഷ്ണനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാത്രമല്ല, കയ്യിൽ ആനയെ കൊണ്ട് ചവിട്ടിച്ചു എന്നാണ് പറയുന്നത്. കയ്യിനും രാധാകൃഷ്ണന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും രാധാകൃഷ്ണൻ ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലിബീഷ്, കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ പാപ്പാൻ ക്രൂരമായി മർദ്ദിച്ചത്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.